ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഈ ചെമ്പരത്തി കൊണ്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോണേ. ഒരു കിടിലൻ സാധനം. എല്ലാവരും പരീക്ഷിച്ചിട്ടുള്ളതൊക്കെ ആയിരിക്കും. ജ്യൂസ് ഇഷ്ടമാണ്. എന്ത് ജ്യൂസാണ് കുടിക്കാൻ വേണമെന്ന് അറിയാവോ? നോക്കിക്കേ, ചെമ്പരത്തി ജ്യൂസ് കുടിക്കുക. ചെമ്പരത്തി ജ്യൂസ് കുടിക്കുക. കുടിക്കുവോ? കുടിക്കുക. കുടിക്കുവോന്ന് പറ. ചിച്ചമ്മ ഉണ്ടാക്കിത്തരാം. കുടിക്കുവോ? ഇഷ്ടമാണ്. പോകാം. ചെമ്പരത്തി ജ്യൂസ് നമുക്ക് വീട്ടിൽ പോയി വെച്ച് ജ്യൂസാക്കി ഷിജാമ്മ തരും. ചെമ്പരത്തി ജ്യൂസ് എന്നൊക്കെ നമ്മൾ പിള്ളേരോട് പറഞ്ഞെങ്കിലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തി സ്ക്വാഷാണ്. അതായത് ചെമ്പരത്തി വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് പിന്നീട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്ക്വാഷ്, അതായത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു സ്ക്വാഷ്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്പരത്തിയുടെ ഫ്രഷ് ആയിട്ടുള്ള ഇതളുകളെല്ലാം നമ്മൾ അടർത്തിയെടുക്കുക. നടുക്കത്തെ ആ ഒരു അതിൻ്റെ പൂമ്പൊടി പോലത്തെ സാധനമൊന്നും വേണ്ട കേട്ടോ, അതൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബാക്കി നമ്മുടെ ഇതളുകളെല്ലാം അടർത്തി നമ്മൾ പാത്രത്തിലേക്ക് നന്നായിട്ട് ഇട്ടെടുക്കുക. ബാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ വാരിക്കൂട്ടി കളഞ്ഞിരുന്നേ. അപ്പോൾ ഈ ഇതളുകളെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോണത്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കണ്ടോളൂ. അടുത്ത സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വെള്ളമില്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ വെള്ളമാണ് അതിനകത്തോട്ട് ഒഴിക്കുന്നത്. നമ്മുടെ മിനറൽ വാട്ടറോ അല്ലെങ്കിൽ നമ്മുടെ പൈപ്പ് വെള്ളമോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. നല്ല വെള്ളം നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ വെള്ളത്തിലാണല്ലോ എല്ലാത്തിൻ്റെയും കാര്യം ഇരിക്കുന്നത്. നമ്മൾ ഈ ജ്യൂസൊക്കെ കുടിക്കുമ്പം അതിൽ കൂടുതൽ വാട്ടർ കണ്ടൻ്റ് ആണല്ലോ വരുന്നത്. അപ്പം നമ്മൾ നല്ല വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾക്ക് വേണ്ടത് നമ്മുടെ പഞ്ചസാരയാണ്. അപ്പം നല്ല പഞ്ചസാരയൊക്കെ എടുത്ത് വെച്ച് നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളവും നമ്മുടെ ചെമ്പരത്തിയുടെ ഇതളും ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തോട്ട് ഒരു 2-3 സ്കൂപ്പ്, അതായത് നമുക്ക് ആവശ്യമുള്ള അത്രയും ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ഒരു 2-2.5 സ്പൂണാണ് എടുത്തത് കേട്ടോ. അധികം മധുരമൊന്നും നമ്മൾ കഴിക്കാറില്ല. അപ്പം അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് കണ്ടോളൂ. ഇനിയാണ് നമ്മൾ ഗ്യാസ് കത്തിക്കുന്നത്. ഗ്യാസ് കത്തിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഗ്യാസിലേക്ക് നമ്മുടെ ഈ സംഭവം വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ കുറച്ച് സമയം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അധിക സമയമൊന്നും വേണ്ട, ഒരു 2-3 സെക്കൻഡിനുള്ളിൽ. ചെമ്പരത്തിക്ക് അധികം വേവൊന്നും ഇല്ലല്ലോ. ഈ പരുവാകും, അതായത് ഇങ്ങനൊരു കളറ്. സത്യത്തിൽ ഇതിന് ഒരു കറുപ്പ് കളറായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിലും ഇതൊരു റെഡിഷ് കളറാണ് ഗൈസ്. അതായത് നമ്മുടെ ചോരയൊക്കെ കട്ട കറുപ്പ് കളർ പോലെയൊക്കെ നമുക്ക് തോന്നുമല്ലോ, അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നല്ല കൊഴുത്ത വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ചെമ്പരത്തിയുടെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി ചെമ്പരത്തി ആ ഇതളിന് സത്യം പറഞ്ഞാൽ വൈറ്റ് കളർ വന്നിട്ട് അതിൻ്റെ ആ റെഡ് കളറൊക്കെ അതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഏത് ചെമ്പരത്തി വെച്ചും ഇത് ചെയ്യാം കേട്ടോ. വേറെ കളറ് ചെമ്പരത്തി വെച്ചിട്ടാണെങ്കിലും ഇത് ചെയ്യാം. പക്ഷേ നമ്മുടെ റെഡ് ചെമ്പരത്തി വെച്ച് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല കളറിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം നമുക്കതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. അതായത് അതിനകത്ത് കിടക്കുന്ന ചെമ്പരത്തിയുടെ ഇതളൊക്കെ നമുക്ക് മാറ്റി ആ ഫ്രഷ് ജ്യൂസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയുമാണ് നമ്മൾ കുറച്ച് ചെമ്പരത്തിയല്ലേ എടുത്തുള്ളൂ. അപ്പോൾ കുറച്ച് ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കപ്പോൾ അതൊരു തണുപ്പിച്ച് നമുക്കൊരു കുപ്പിയിലൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മളതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണേ. ഒരു നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ. നാരങ്ങ നീരിങ്ങനെ പിഴിഞ്ഞൊഴിച്ചിട്ട് അതിനകത്തേക്ക് ഈ സ്ക്വാഷ് ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമുക്ക് നാരങ്ങയൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ സ്ക്വാഷ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഷുഗറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എക്സ്ട്രാ വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ക്വാഷ് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ജ്യൂസിൻ്റെ കളറ് മാറിയത് കണ്ടോ, ഒരു റെഡ് കളറിലേക്കൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ഇപ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് ആ ക്ലാരിറ്റിയൊക്കെ കൊണ്ടാണ് കേട്ടോ കറക്റ്റ് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഗ്ലാസ്സിന് കുറച്ച് കളറും ഡിസൈനൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് വ്യക്തമായിട്ട് കാണാത്തതായിരിക്കാം.
ജ്യൂസറിൻ്റെ എങ്ങനെയുണ്ട് കണ്ണാത്തി? സൂപ്പർ. ജ്യൂസ് കൊള്ളാവാടി പൊക്കു. ജമ്മേന ചെമ്പത്തി ജ്യൂസ് സൂപ്പറാണോ? സൂപ്പറാ. സൂപ്പറാണോ? സൂപ്പർ. പറഞ്ഞേ എന്തുവാ? സൂപ്പർ.